ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഓണ സെലിബ്രേഷൻ ആണ് കാനഡയില്. നാട്ടിലെല്ലാരും ഓണമൊക്കെ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും എന്റെ വക ഹാപ്പി ഓണം എവ്രി വൺ. ഇന്ന് നമ്മള് എല്ലാരും റെഡി ആയിട്ടുണ്ട്. നമ്മള് ഡണ്ടാസിലേക്ക്, ആസ് യൂഷ്വൽ നമ്മള് ഡണ്ടാസിലേക്ക് തന്നെയാണ് ഓണപരിപാടിക്ക് പോണത്. അതുപോലെ തന്നെ എല്ലാരും ഉണ്ടാവും. ഇത്തവണ നമ്മുടെ ഗെയിംസ് ഒക്കെ കുറച്ച് വെറൈറ്റി ആയിരിക്കും. സോ നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കാം. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. കാനഡയിൽ നമുക്ക് പുതിയൊരു FM ഉണ്ട്. പുതിയതല്ല, 12 വർഷമായിട്ട് കാനഡയിലുണ്ട്. അപ്പൊ എനിക്ക് ഈ അടുത്ത് അതിലൊരു RJ ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. എല്ലാ വ്യാഴാഴ്ചയും ഒരു കുഞ്ഞു ഷോ, ഒരു 2 മണിക്കൂറിന്റെ ഷോ ചെയ്യാനുള്ള RJ സലോണി. ഹായ്. ശരിക്കും നിങ്ങളുടെ പിള്ളേര് ആരും വന്നിട്ടില്ല. നമ്മുടെ പരിപാടി കഴിഞ്ഞ 2 പ്രാവശ്യം ഇവിടെ തന്നെയായിരുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യം ഭയങ്കര വെയിലായിരുന്നു. പക്ഷെ ഇന്ന് നല്ല വെതറാ. മഴ പെയ്യാതിരുന്ന ഭാഗ്യം. 2025 ഓണം പരിപാടി നമ്മൾ ഔദ്യോഗികമായിട്ട് ആരംഭിക്കാൻ പോവാണ്. തുടങ്ങല്ലേ? എല്ലാരും ഏറ്റു പാടണം. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. അടുത്തതായിട്ട് നമ്മളുടെ ടാനിയുടെ ഒരു നല്ല ഓണപ്പാട്ടാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതാണോ? தாண்டி வந்து என் வாசம் வாங்கி போயா പന്ത് കളിക്കണ്ടേ, സന്ധ്യ മുമ്പേ പന്ത് കളിക്കണ്ടേ, ഓണം വന്നല്ലോ ഞാനിട്ടല്ലോ കോടി വിട്ടല്ലോ തിരുവയറുള്ളി കുറുകണ കുന്നരി പ്രാവ് കുഞ്ഞമ്മിണി പ്രാവ്. ഓക്കെ, അപ്പൊ നമ്മള് ഇവരാണ് ആദ്യത്തെ ഗ്രൂപ്പ്, 5 പേരാണ്. അപ്പൊ ടീമിന്റെ പേര് സെലക്ട് ചെയ്യാനായിട്ട് പോവാണ് നമ്മുടെ തോമസ് ചേട്ടൻ. പുള്ളിശ്ശേരി പാന്തേഴ്സ്, അങ്ങനെയാണ് പേര്. 2 പിന്നെ ഒരു ഗ്രൂപ്പിലാണ്. രണ്ടുപേരും ഒരു ഗ്രൂപ്പില് 5 പേരാണുള്ളത്. അപ്പൊ നമ്മള് അതനുസരിച്ചുള്ള ഗെയിംസ് ആണ് പ്ലാൻ ചെയ്തേക്കണേ. അപ്പൊ 5 പേരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമാണ് ഗ്രൂപ്പിന് പോയിന്റ് കിട്ടുള്ളൂ. ഒരാള് ഗെയിം നന്നായി കളിക്കണു എന്ന് വിചാരിച്ച ആളെ തന്നെ എല്ലാ ഗെയിംസിലേക്കും വിടാനായിട്ട് പറ്റില്ല. 5 പേരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എന്നാലാണ് പോയിന്റ് കിട്ടുള്ളൂ. ഓക്കെ, ഉപ്പേരി യൂണിയൻ. മലയാളി മങ്ക അഥവാ കേരള ശ്രീമാൻ എന്ന ഗെയിമിൽ നിങ്ങൾ 6 ടീമുണ്ട്. അപ്പൊ 6 ടീമിൽ നിന്നും ഐദർ ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ചെക്കൻ, അതായത് മങ്ക വേണോ ശ്രീമാൻ വേണോ എന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ജാസ്മിൻ ആണ്. കണ്ണിൽ കർപ്പൂര ദീപമോ ശ്രീവല്ലി വാക്കിൽ കല്യാണി രാഗമോ. ഓണസദ്യ, അതാണ് ഞാൻ വള്ളംകളി പോക്കീസിന് കൊടുത്തിട്ടുള്ള ടോപ്പിക്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഫേമസ് ആയിട്ടുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം ഓണസദ്യയാണ്. ഫസ്റ്റ് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഫസ്റ്റ് ഉപ്പ് വയ്ക്കും, അത് കഴിഞ്ഞ് ചിപ്സ്, പിന്നെ പഴം, പപ്പടം, പിന്നെ അച്ചാർ ഐറ്റംസ്, അത് കഴിഞ്ഞ് തോരൻ, അവിയൽ, കൂട്ടുകറി, അങ്ങനെ എല്ലാം കഴിഞ്ഞ് അടുത്ത ആദ്യം വരുന്നത് ചോറാണ്. അതിൽ കൂടെ പരിപ്പ്, നെയ്യ്, പപ്പടം കൂടി നമ്മൾ കഴിക്കും. അത് കഴിഞ്ഞ് ചോറ്, സാമ്പാർ, അത് കഴിഞ്ഞ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അടപ്പായസം. അടപ്പായസം നമ്മൾ എല്ലാവരും കഴിക്കുന്നത് പപ്പടം, പഴം എല്ലാം കൂടെ മിക്സ് ചെയ്താണ്. രണ്ടാമത്
ഓക്കെ Dame un എനിക്ക് കിട്ടിയ ടോപ്പിക് പുലിക്കളിയാണ്. ഇപ്പം എന്താ പറയുന്ന ഒരു ന്യൂബി സ്റ്റൈലിലൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ പാട്ടുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 2025 ആണ് മുച്ചാനെ. ഓക്കെ, അപ്പോൾ നമ്മൾ ടാമ്യൂൺ ഗിർ എന്ന് പറഞ്ഞ പാട്ടിലൂടെ നമ്മൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം. പുലിക്കളി എന്ന് പറയുമ്പോൾ ടാമ്യൂൺ ഗിർ ആണ്. ആണ് അങ്ങനെ അല്ലാണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. എൻ്റെ ടോപ്പിക്ക് വള്ളംകളി. ഓക്കെ, നെഹ്റു ട്രോഫി വള്ളംകളി, അങ്ങനെ പല വള്ളംകളികൾ ഈ ഓണ സമയത്ത് ഫേമസ് ആണ്. അപ്പോൾ അത് കണ്ടിരിക്കാൻ തന്നെ ഒരു ഭയങ്കര ഒരു ത്രില്ലാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ഒരു എനർജി ഫീൽ ചെയ്യും. അതാണ് എനിക്ക് വള്ളംകളിയെ കുറിച്ച് ഫസ്റ്റ് പറയാനുള്ളത്. പിന്നെ എല്ലാവരും കൂടി ഈ വള്ളം ഇങ്ങനെ തുഴഞ്ഞ് ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് ആ എനർജിയോടുകൂടി പോകുന്നത് കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇതാണ് ഓണക്കോടി. ഓണത്തിന്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാല് ഓണക്കോടി തന്നെയാണ്. എല്ലാ മലയാളികളും ഓണത്തിന് അണിഞ്ഞൊരുങ്ങി വരും. അറിയാലോ, ഞാനിപ്പോ അണിഞ്ഞൊരുങ്ങി വന്നേക്കുന്നുണ്ടോ? ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രം ചെയ്ത സംഭവമാണ്. ഈ കസവ് കണ്ടോ? ഈ പെണ്ണുങ്ങളെ കണ്ടോ? അവരുടെ ഭംഗി കണ്ടോ? ഇതാണ് ഓണക്കോടി. അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഇല്ല, അറിയില്ല. പിന്നെ കൂടുതൽ ഓണക്കോടി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ കോളേജ് ലൈഫാണ്. ഈ ബീബിനെ പോലെ സുന്ദരമായ ഈ പൊളിക്കുപ്പായ ഇതേപോലത്തെ കസവ് ഇത് വിട്ടിട്ട് കോളേജിന്റെ ഫ്രണ്ടിൽ അങ്ങ് പോകും. പെമ്പിളർ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി അവരുടെ ഇടയിൽ ചെന്നിട്ട് ആ പൂക്കൾ ഇടുന്ന ഒരു ഓർമ്മയുണ്ടല്ലോ മോനെ, അതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് പൂക്കളം തന്നെയായിരിക്കും. അത്തം മുതൽ തിരുവോണം വരെ 10 ദിവസമാണ് നമ്മൾ പൂക്കളം ഇടുന്നത്. അതില് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. നമ്മൾ അത്തത്തിന്റെ അന്ന് എല്ലാ പൂക്കളും ഇടില്ല. ഓണത്തിന്റെ അന്ന് 10 ലെയറിലായിട്ടാണ് നമ്മൾ പൂക്കളം ഇടുക. അതാണ് ഓണത്തിന്റെ ഒരു രീതി. അതുപോലെ പൂക്കളം എന്ന് പറയുമ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്റെ കുട്ടിക്കാലം തന്നെയാണ്. എന്റെ കൂട്ടുകാരും ചേട്ടനും എല്ലാവരുമായിട്ട് ഞങ്ങളുടെ വീടിന്റെ അവിടെ ഒരു മലയുണ്ട്. അവിടെ എല്ലാവരും കൂടെ പോയി പൂ പറിക്കാൻ പോകും. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പൂ പറിച്ചുകൊണ്ട് വന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അത് ഇടുന്നതിന്റെ ആ ഒരു സ്നേഹവും എല്ലാം ഇന്നും എന്റെ മനസ്സിലുണ്ട്. സ്കൂളിലാണെങ്കിലും പൂക്കളം ഇടുന്നത് ഒരു പ്രത്യേക സന്തോഷം. താങ്ക് യു. നമ്മള് സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല മധുരത്തോടെ കുറച്ച് പായസം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? ഭയങ്കര രസമായിരിക്കില്ലേ? തരത്തിലുള്ള പായസങ്ങളുണ്ട്. അടപ്രഥമനുണ്ട്, പരിപ്പ് പായസമുണ്ട്, ശർക്കര പായസം, പാൽ പായസം, എത്ര തരത്തിലുള്ള പായസങ്ങൾ ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇത്രയൊക്കെ പായസം എനിക്കറിയുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം പരിപ്പ് പായസമാണ്. ഇത് സദ്യ കഴിച്ചു കഴിഞ്ഞ് നമുക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ. എല്ലാവർക്കും അതുപോലെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് മാർക്ക് ഇടാനുള്ള സമയമാണ്. റൂൾസ് പോലും അറിയാത്ത ഒരു ടീം. സോനുവൊക്കെ മറ്റേ പലചരക്കട മലയാളി മംഗ ആൻഡ് കേരള ശ്രീമാൻ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം മലയാളി മംഗ അഞ്ജന. ചെട്ടിക്കുളങ്ങര ഭരണനാളിൽ ഉത്സവം കണ്ടു നട ആഘോഷം തുടങ്ങാം. എല്ലാരും അനഞ്ഞാട്ടെ പിടിക്കാൻ പൂത്തുമ്പി കുടുംബം ഒന്നോടെ നിരന്നാട്ടെ. ചിരിവളയുടെ കലഹം കൈയടി കൊടുക്കൂ. മെഡൽ ഫ്രണ്ടിൽ ഇടേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഇവൻ അങ്ങോട്ട് അറിയാലോ. ഇങ്ങോട്ട്
പോളേട്ടനാണോ അപ്പൂസാണോ ഈ ഗെയിം ജയിക്കുക? ടെൻഷനിന്റെ ഉൾമുനയിലാണ് അപ്പൂസ്. എന്നാൽ പൂ പറിക്കുന്ന ലാഭത്തോടെ പോളേട്ടൻ ഇതാ ഗെയിമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൂസിന്റെ പുറത്ത് രണ്ട് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് നേർക്ക് നേരെ പോരാടുന്നു. നേർക്ക് നേരെ പോരാടുന്നു. ആര് ജയിക്കും? ഇപ്പൊ ആരും വായില് സ്ട്രോ വെക്കരുത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോ മാത്രം. ഓക്കെ, കൈ യൂസ് ചെയ്ത് ജയിക്കാൻ പോവുകയാണ്. എബ്രോയ് മുണ്ട് പോവും വരും, പക്ഷെ വടം നമ്മൾ വലിച്ചെടുത്തോളണം. എടുത്താലും തൊടുത്താലും തീരാത്ത ആവനാഴിയുടെ അത്ഭുതങ്ങളുമായി ഈ പോരാട്ട ഭൂമിയിൽ ആവേശത്തിന്റെ തിരകൾ ഉയർത്തി മാവേലി മച്ചാൻസിന് 5. ഓക്കെ, ആരാ ജയിച്ചിരിക്കുന്നത്? 25, 10, 7. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിംസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇല്ല, തൽക്കാലം സമയക്കുറവിന്റെ കാരണം ഈ ഉരുളി നമ്മൾ അടുത്ത ഓണത്തിന് സേവ് ചെയ്യും. 25 പോയിന്റുകളുമായി സമ്മാനത്തിന് അർഹനായിരിക്കുന്നത് നമ്മുടെ സ്വന്തം +ന്റെ വടംവലിയിൽ ആര് ജയിക്കും? ഉറപ്പാണോ? വലിച്ചങ്ങ് പാർക്കിൽ പോവോ? ഒളിക്കി പിടിക്കുവാണെങ്കിൽ ഇവളുടെ മൂവ് ഉണ്ടെന്ന് ഇഷ്ടേട്ടാ. വലിച്ചാ ജയിക്കുന്നു തോന്നുന്നുണ്ടോ? പിന്നെന്തോ, വെറുതെ തോക്കാൻ പോണോ നമ്മള്? നല്ല വെയിറ്റാ. കൊടിയേറി മക്കളെ ചങ്കൂട്ടമൊന്നുകൊണ്ട് ചങ്ങാടമൊന്നു കെട്ടിയേ ചങ്ങാതി മാറിയത് തോന്നുന്നോട് നോക്കിയതേ. കിളിപ്പാടത്തെന്ത് വിശേഷം? ചുനോട്
തീട്ടിപ്പോയി തെന്നിപ്പോയി എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. Straight from Saskatchewan. അഞ്ജു അഞ്ജു അയ്യ അയ്യ ഹലോ ഹലോ ഹലോ. അങ്ങനെ ഗെയിംസ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ ഓണസദ്യ, ഇത്രയും നേരം എല്ലാരും വെയിറ്റ് ചെയ്തിരുന്ന ഓണസദ്യ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സദ്യ എങ്ങനെയുണ്ട്? കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. കഴിക്കേ? നല്ലതാണോ? നീ കഴിച്ചായിരുന്നോ? ചെൽവൻ ചേട്ടാ ഇടയ്ക്ക് ക്യാമറയിലേക്ക് ഒന്ന് നോക്കാം. റോഷ പൊളിയല്ലേ? Welcome to Tenda Sonam. All of you guys are welcome. Please subscribe, share, like. പിന്നെ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണം. അപ്പൊ എന്റെ 2025 ഓണം വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.